ഹായ് ഹലോ. കുറേ കാലത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ടിരിക്കുന്നത്. കോവിഡ് സമയത്ത് തുടങ്ങിയതാണ് ചാനലെങ്കിലും പിന്നെ പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ മുടങ്ങിപ്പോയി. തിരക്കെന്നൊക്കെ വേണമെങ്കിൽ പറയാൻ ഭംഗിക്ക്, പക്ഷേ ശരിക്കും ബേസിക്കലി മടിയായിരുന്നു. പിന്നെ അങ്ങനെ എന്തൊക്കെയോ ബിസി ആയിപ്പോയി, അതൊക്കെയാണ് കാരണങ്ങൾ. അപ്പോൾ എന്തായാലും ഇന്ന് ഓണൊക്കെ ആയിട്ട് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് പൊടി തട്ടി എടുത്താലോ എന്നൊരു ആലോചന വന്നു. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും എന്തിനെങ്കിലും പറ്റി ഒരു ജനറൽ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക്കോ, അല്ലെങ്കിൽ ഞാനിത് പറഞ്ഞാൽ കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന വല്ല ടോപ്പിക്സൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ബിലോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. മുൻപ് പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ജനറൽ ടോപ്പിക്സാണ് ഈ ചാനലിലൂടെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക്കലി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ നിങ്ങൾ കമൻറ്റായിട്ട് താഴെ ഇടണം. പിന്നെന്താ, ഓണമൊക്കെ ആയിട്ട് എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. മൊത്തത്തിൽ അത്ര സുഖകരമല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, അറിയാം. അപ്പോൾ വയനാട് ഉരുൾപൊട്ടലൊക്കെ നമുക്ക് റീസെൻ്റ്ലി കഴിഞ്ഞ ഒരു ആ ഹെവിനെസ് ഇപ്പോഴും വിട്ടുമാറാത്ത ഒരു ഇഷ്യൂ ആണ്. അതൊരു സ്ഥലത്താണ്, വയനാട് മാത്രമാണ് സംഭവിച്ചതെങ്കിൽ പോലും കേരളത്തിലെ മൊത്തം ജനങ്ങളെയും ഒന്നടങ്കം ബാധിച്ചൊരു കാര്യം കൂടിയായിരുന്നു. പക്ഷേ ഇത്തരം ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ കോവിഡിലായാലും ഫ്ലഡിൻ്റെ സമയത്തായാലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ജനങ്ങൾക്ക് മൊത്തം അപ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം, അല്ലെങ്കിൽ സഹായിക്കാനുള്ളൊരു മനസ്സ്, പെട്ടെന്ന് ഓടിയെത്താൻ പറ്റുന്ന ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട് എല്ലാവരുടെയും, പലരുടെയും ഉള്ളിൽ. എല്ലാവരും എന്ന് വെച്ചാൽ ഭൂരിഭാഗം ആളുകളുടെയും ഉള്ളിലുണ്ട് അത്. അപ്പോൾ ഇതെന്നൊക്കെ ഇപ്പോഴും നമ്മുടെ ലൈഫ് റിലേറ്റഡ് ആണ് ഈ കാര്യങ്ങളൊക്കെ. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴാണ് നമ്മൾ ഓരോ ആൾക്കാരെ നമ്മൾ തിരിച്ചറിയുന്നതും. ചിലപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെയുള്ള ആൾക്കാരായിരിക്കും, നമ്മൾ നമ്മുടെ സ്വന്തം എന്ന പോലെ കരുതിയ, നമ്മൾ ചേർത്ത് പിടിച്ച എൻ്റെ സ്വന്തം മനുഷ്യരെന്ന് വിചാരിച്ച ആൾക്കാരായിരിക്കും. പക്ഷെ ചിലപ്പോൾ നമ്മുടെ ഒരു ചെറിയ തെറ്റ് സംഭവിക്കുന്നതുകൊണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയുടെ പേരിലോ നമ്മളപ്പാടെ ഇട്ട് ഉപേക്ഷിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ചിലത് നേരെ മറിച്ചുകൊണ്ട് മനുഷ്യർ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ലൈഫിലേക്ക് ഓടിക്കയറി വരുന്ന ആൾക്കാരുണ്ട്. ഇടിച്ചു കയറി വരുന്നതാണ് ശരിക്കും പറയേണ്ടത്. അവർ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട്, ചിലപ്പോൾ വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമാവുകയും ഇനി ഒരിക്കലും പിരിച്ചെടുക്കാൻ പറ്റാത്ത അത്രയും നമ്മളോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന മനുഷ്യരുമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇത്തരം ഇൻസിഡൻസൊക്കെ വരുമ്പോൾ നമ്മൾ പൊതുവേ കണ്ടിട്ടുള്ളതാണെങ്കിലും നമ്മൾ ഓരോരുത്തരുടെ വ്യക്തി ജീവിതത്തിലും ഇങ്ങനെ ആളുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആളുകൾക്ക് നമുക്കായാലും ഇപ്പം മറ്റൊരാൾക്ക് ഇപ്പോൾ ഒരു സങ്കടം വരുമ്പോൾ ഒരു ഷോൾഡർ കൊടുക്കാനോ, അല്ലെങ്കിൽ സന്തോഷത്തിൽ കൂടുതൽ സന്തോഷിക്കാനോ അങ്ങനെയൊക്കെ പറ്റുന്ന ഒരുപാട് മനുഷ്യരുണ്ടാവട്ടെ നമ്മുടെയൊക്കെ ചുറ്റിലും. അത് തന്നെയല്ലേ നമ്മുടെയൊക്കെ വലിയ അച്ചീവ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വലിയൊരു നേട്ടം എന്ന് പറയുന്നത് അത്തരം കുറേ മനുഷ്യർ നമുക്ക് ചുറ്റുമുള്ളതാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഓണാശംസകൾ. താങ്ക് യു.